ഇന്ന് നല്ല അടിപൊളി ഒരു പാലപ്പവും ചെമ്മീൻ മാങ്ങാക്കറിയുമാണ് റെസിപ്പി ആയിട്ട് ഇടുന്നത്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. 2 കപ്പ് അരിപ്പൊടി, ഞാൻ ഇവിടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് അവൽ, 1/2 കപ്പ് കള്ള്, 1/4 കപ്പ് തേങ്ങ ചിരവിയത്, 1/4 ടീസ്പൂൺ ഉപ്പ്, 3/4 സ്പൂൺ ഈസ്റ്റ്, അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 10 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്ന പുട്ടുപൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പച്ചരിയും പുഴുങ്ങലരിയും കൂടെ ഒരുമിച്ച് കുതിർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതൊക്കെ അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസൊന്നും പകുതി വീതം ഇട്ടിട്ട് നമ്മൾ ഇത് ആദ്യം അരച്ചെടുക്കുക. കാരണം ഒറ്റ ട്രിപ്പിന് ഇത് അരഞ്ഞ് എടുക്കാൻ പറ്റില്ല ബിഗ് മിക്സിയിൽ, അതുകൊണ്ടാണ് പകുതി എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഐറ്റത്തൊന്നും നമ്മൾ പകുതി എടുത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ അരഞ്ഞ് അതിനകത്ത് ചേർന്നിരിക്കും ഈ മാവിൽ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞങ്ങളിത് അരിച്ചെടുക്കുന്നത്. അവൽ ചേർക്കുമ്പോൾ മാത്രം അതൊന്ന് നന്നായി കഴുകിയതിന് ശേഷം അവൽ ചേർക്കാം. ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പികൾക്ക് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രാത്രി മുഴുവൻ പൊന്താനായിട്ട് വയ്ക്കാം. അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ അരച്ചത്. അത് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. വെള്ളം പോരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മിക്സിയിലൊന്ന് വെള്ളം ഇത്തിരി ചുറ്റിച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പച്ചട്ടിയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഇതിനകത്ത് ചേർക്കാം. അതേപോലെ തന്നെ മധുരവും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇനി നമ്മളുടെ അപ്പച്ചട്ടിയിൽ നമ്മൾ മാവൊക്കെ കോരി ഒഴിച്ച് നമ്മുടെ ഈ കുഞ്ഞ് ഓട്ടോട്ടകൾ വരുമ്പോൾ അത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ചെമ്മീൻ കറി ഉണ്ടാക്കാം. ചെമ്മീൻ കറിക്കായിട്ട് 250 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ മാങ്ങ നമ്മളിവിടെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. 5 പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഒരു വലിയ സബോള എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. വളരെ ഈസി മെത്തേഡിലാണ് നമ്മുടെ ചെമ്മീൻ മാങ്ങക്കറി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള, മാങ്ങ, ഇഞ്ചി, പച്ചമുളക്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇവയൊക്കെ ഇട്ട് കൊടുക്കാം. ഒപ്പം കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 വലിയ സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കല്ലുപ്പ്, നമ്മളുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് 2.5 പിടി തേങ്ങ ചിരവിയത് അരച്ചിട്ട് അതിൻ്റെ 2-ാം പാലും 3-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് മാങ്ങ വേവുന്നതാണ് ഈ കറിയുടെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ചെമ്മീനും ഒപ്പം തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ 2.5 പിടിയുടെ തേങ്ങ ചിരവിയതുണ്ടോ അതിൻ്റെ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊന്ന് താളിച്ചിടുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ നേരത്തെ ഞാൻ വട്ടത്തിൽ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ഏറ്റവും മുകളിലിടാൻ വേണ്ടിയിട്ടാണ് ഈ തക്കാളി വറുത്തെടുക്കുന്നത്. തക്കാളി വറുത്തെടുത്ത് അതൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം അതേ എണ്ണയിലേക്ക് ഒരു 5-6 നമ്മളുടെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് നന്നായിട്ട് വാട്ടിയെടുത്ത് നമ്മളുടെ ഈ കറിയിലേക്ക് ചേർത്ത് നമ്മുടെ ചെമ്മീൻ മാങ്ങക്കറി റെഡി.